അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി 66 സുപ്രധാന അന്താരാഷ്ട്ര കൂട്ടായ്മകളിൽ നിന്ന് അമേരിക്ക പിന്മാറാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി അറിയിച്ചു. ഈ തീരുമാനത്തിന് ഔപചാരിക അംഗീകാരം നൽകിക്കൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബന്ധപ്പെട്ട ഉത്തരവിൽ ഒപ്പുവെച്ചതായും വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ ഉടമ്പടി ഉൾപ്പെടെ അമേരിക്ക അംഗമായിരുന്ന നിരവധി പ്രധാന അന്താരാഷ്ട്ര സഖ്യങ്ങളിൽ നിന്നാണ് രാജ്യം പിന്മാറുന്നത്. യുഎസിന്റെ ദേശീയ താൽപര്യങ്ങൾക്കും സുരക്ഷയ്ക്കും സാമ്പത്തിക പുരോഗതിക്കും വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായി വിലയിരുത്തുന്ന സംഘടനകളെ ലക്ഷ്യമിട്ടാണ് ഈ നടപടിയെന്ന് വൈറ്റ് ഹൌസ് വിശദീകരിച്ചു. ഐക്യരാഷ്ട്രസഭയുമായി നേരിട്ട് ബന്ധപ്പെട്ട 31 സംഘടനകളിൽ നിന്നും ഐക്യരാഷ്ട്രസഭയുമായി ബന്ധമില്ലാത്ത 35 സംഘടനകളിൽ നിന്നും ഉൾപ്പെടെ ആകെ 66 ആഗോള സ്ഥാപനങ്ങളിൽ നിന്നാണ് അമേരിക്ക പിന്മാറുന്നത്. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നേതൃത്വം നൽകുന്ന ക്ലീൻ എനർജി സംരംഭമായ അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യം പോലുള്ള പ്രധാന സംരംഭങ്ങളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. അതോടൊപ്പം അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ യൂണിയൻ, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്റർ ഗവൺമെന്റൽ പാനൽ തുടങ്ങിയ ഐക്യരാഷ്ട്രസഭയുമായി നേരിട്ട് ബന്ധമില്ലാത്ത പ്രമുഖ പരിസ്ഥിതി സംഘടനകളും അമേരിക്ക പിന്മാറുന്നവയുടെ കൂട്ടത്തിലുണ്ട്. ഈ പിന്മാറ്റം അമേരിക്ക ഫസ്റ്റ് എന്ന ഭരണകൂടത്തിന്റെ അടിസ്ഥാന നയത്തിന്റെ ഭാഗമാണെന്ന് വൈറ്റ് ഹൌസ് ആവർത്തിച്ചു വ്യക്തമാക്കി. യുഎസിന്റെ ദേശീയ താൽപര്യങ്ങൾക്കും സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും പരമാധികാരത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘടനകളിൽ അംഗത്വം നിലനിർത്തുന്നതും ധനസഹായം നൽകുന്നതും അവസാനിപ്പിക്കണമെന്ന് എല്ലാ വകുപ്പുകൾക്കും ഏജൻസികൾക്കും പ്രസിഡന്റിന്റെ ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. അമേരിക്ക പിന്തുണ നൽകിയിരുന്ന അന്താരാഷ്ട്ര സംഘടനകൾ, ഉടമ്പടികൾ, കൺവെൻഷനുകൾ എന്നിവയെ സമഗ്രമായി അവലോകനം ചെയ്തതിനു ശേഷമാണ് ഈ പിന്മാറ്റ തീരുമാനം കൈക്കൊണ്ടതെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഈ സ്ഥാപനങ്ങളിൽ പലതും അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും ദുർബലപ്പെടുത്തുന്നതായും യുഎസ് താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ആഗോള അജണ്ടകൾ പിന്തുണ നൽകുന്നതായും വൈറ്റ് ഹൌസ് ആരോപിച്ചു. ഫലപ്രദമായ നേട്ടങ്ങൾ നൽകാതെയാണ് അമേരിക്കൻ നികുതിദായകരുടെ പണം ഇത്തരം സംഘടനകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. പട്ടികയിൽ ഉൾപ്പെട്ട 66 അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ പലതും യുഎസ് പരമാധികാരത്തിനും സാമ്പത്തിക ശക്തിക്കും വിരുദ്ധമായ കടുത്ത കാലാവസ്ഥാ നയങ്ങൾ, ആഗോള ഭരണ ആശയങ്ങൾ, പ്രത്യയശാസ്ത്രപരമായ പരിപാടികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ പറഞ്ഞു. അതിനാൽ അമേരിക്ക ഫസ്റ്റ് എന്ന ഭരണകൂട സമീപനത്തോട് യോജിച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതിനായി ഈ സംഘടനകളിൽ നിന്ന് പിന്മാറുകയാണെന്ന് വിശദീകരിച്ചു. ഈ തീരുമാനത്തിലൂടെ അടിസ്ഥാന സൗകര്യ വികസനം, ദേശീയ സുരക്ഷ, സാമ്പത്തിക ശക്തി എന്നിവ പോലുള്ള ആഭ്യന്തര ആവശ്യങ്ങളിലേക്ക് കൂടുതൽ വിഭവങ്ങൾ തിരിച്ചുവിടാൻ സാധിക്കുമെന്നും കാര്യക്ഷമമല്ലാത്തതോ അമേരിക്കയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നതോ ആയ ഗ്രൂപ്പുകൾക്ക് നൽകി വന്ന യുഎസ് ധനസഹായം പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അമേരിക്കയുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര ഇടപെടലുകൾ അമേരിക്കൻ താൽപര്യങ്ങൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരം ശ്രമിച്ചിട്ടുണ്ടെന്നും ഈ തീരുമാനവും അതിന്റെ ഭാഗമാണെന്നും വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ പരാമർശിച്ചു. അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ച ആശയമാണ് അമേരിക്ക ഫസ്റ്റ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതോടെ ഈ നയം അമേരിക്കൻ ഭരണകൂടത്തിന്റെ കേന്ദ്ര ചിന്തയായി മാറുകയായിരുന്നു. ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ ആഭ്യന്തര താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഈ സമീപനം അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ആഗോള രാഷ്ട്രീയ ക്രമത്തെയും ഗണ്യമായി സ്വാധീനിച്ചു. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ അടിസ്ഥാന ആശയം വളരെ ലളിതമാണ്. അമേരിക്കയുടെ ദേശീയ താൽപര്യങ്ങൾ, സുരക്ഷ, സാമ്പത്തിക വളർച്ച, പരമാധികാരം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുക. അന്താരാഷ്ട്ര ഉടമ്പടികളും സംഘടനകളും അമേരിക്കയ്ക്ക് യഥാർത്ഥ ഗുണം ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഈ നയം തുടർച്ചയായി ഉന്നയിക്കുന്നത്. അമേരിക്കയ്ക്ക് ദോഷകരമാണെന്ന് ഭരണകൂടം വിലയിരുത്തുന്ന ഏത് കരാറിലെയും കൂട്ടായ്മയിലെയും അംഗത്വം പുനഃപരിശോധിക്കുകയോ പൂർണ്ണമായും അവസാനിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഇതിന്റെ പ്രായോഗിക രൂപം. അമേരിക്ക ഫസ്റ്റ് എന്ന നയം വ്യാപക വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ആഗോള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം, ആരോഗ്യ പ്രതിസന്ധികൾ, അന്താരാഷ്ട്ര സുരക്ഷ ഒറ്റ രാജ്യത്തിന് മാത്രമായി പരിഹരിക്കാൻ കഴിയാത്തതാണെന്നും അമേരിക്ക പോലുള്ള ശക്തമായ രാജ്യം ആഗോള സഹകരണത്തിൽ നിന്ന് പിന്മാറുന്നത് ലോകത്തെ കൂടുതൽ അസ്ഥിരമാക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. അന്താരാഷ്ട്ര നേതൃസ്ഥാനത്ത് നിന്ന് അമേരിക്ക പിന്മാറുന്നത് മറ്റു ശക്തികൾക്ക് അവസരം നൽകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്ക ഫസ്റ്റ് എന്ന നയം ആഗോള രാഷ്ട്രീയത്തിലെ ഒരു വലിയ വഴിത്തിരിവിനെ സൂചിപ്പിക്കുന്നു. ആഗോള സഹകരണവും ദേശീയ താൽപര്യങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് ഇതിന്റെ ഹൃദയഭാഗം. ഈ സമീപനം ദീർഘകാലത്തിൽ അമേരിക്കയ്ക്കും ലോകത്തിനും ഗുണകരമാണോ എന്നത് ചരിത്രം വിലയിരുത്തും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.